എനിക്ക് കമൻറ്റിൽ ഏറ്റവും കൂടുതൽ സജഷൻ വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു PSC മോട്ടിവേഷൻ ചെയ്യാമോ എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. മോട്ടിവേഷൻ എന്നതിനുപരി എങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിന് മുമ്പായിട്ട് ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഡെയിലി റുട്ടീൻ എങ്ങനെ ആയിരുന്നു എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും വീട്ടമ്മമാരുടെ ആയിരുന്നു. അവർക്ക് സമയമില്ല പഠിക്കാൻ, ഇതുപോലൊന്നും പഠിക്കാൻ സമയം കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അത് അവരുടെ വിഷമം പറഞ്ഞതാണ്. പക്ഷേ അതിൽ ഒരാളുടെ കമൻറ്റ് അത് ഭയങ്കര റൂഡായിട്ട് എനിക്ക് തോന്നി. അതെന്നോട് പറയുകയാണ്, വീട്ടിൽ ജോലിയൊന്നും ഇല്ലല്ലേ, എപ്പോഴും പഠിക്കാൻ സമയമുണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കണം, മക്കൾക്ക് ഫുഡ് ഉണ്ടാകണം, എല്ലാവരെയും സ്കൂളിലൊക്കെ അയക്കണം, എനിക്കങ്ങനെ നല്ല ജോലിയുണ്ട് കേട്ടോ എന്നൊരു അഭിമാനത്തോടെ പറയുന്നൊരു കമൻറ്റ് കണ്ടു. സത്യത്തിൽ അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം അത് വീട്ടിലെ ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നത് അഭിമാനത്തോടാണ് പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ നമ്മുടെ ലൈഫിനെ കാണാം. ഞാനും ഒരു ഹൗസ് വൈഫാണ്. പക്ഷേ ഇത്രയ്ക്ക് ജോലിയൊന്നും നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഹൗസ് വൈഫ് എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ആ ഒരു പൊസിഷനെ കാണാം. അഭിമാനത്തോടെയും കാണാം, അതിന് അപ്പുറം അത് നമ്മുടെ ജസ്റ്റ് ഒരു റുട്ടീൻ മാത്രമാണ്. വീട്ടിലെ ജോലികൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ മാത്രമാണ്. അല്ലാതെ അഭിമാനമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യണം എന്നില്ല. അങ്ങനെ ഫുൾ ടൈം അടുക്കള ജോലി ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾ PSCയോ അല്ലെങ്കിൽ മറ്റ് പഠിക്കുന്ന കാര്യത്തിനെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കതാണ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുക. അല്ലാതെ നിങ്ങൾ വന്നിട്ട് ഒരിക്കലും PSCയുടെ മോട്ടിവേഷൻ താഴെ വന്നിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ അഭിമാനം നിങ്ങളത് ചെയ്തോളൂ. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും 99% പെൺകുട്ടികളും ചിന്തിക്കുന്നത് അടുക്കളയിലെ ജോലികളൊക്കെ ഒന്ന് തീർത്ത് വെച്ചിട്ട് നന്നായിട്ട് പഠിച്ച് ജോലി വാങ്ങണം എന്നാഗ്രഹമുള്ള കുട്ടികളായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, അഭിമാനത്തോടെ രാവിലെ തൊട്ട് വൈകുന്നേരം വീട്ടിലെ ജോലികൾ ചെയ്യുമെന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വളർത്തിയത്, നിങ്ങളെ 10ാം ക്ലാസ്സും ഡിഗ്രിയും വരെയൊക്കെ അവർ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കി പഠിപ്പിച്ചത് ആരുടെയെങ്കിലും അടുക്കളയിൽ പോയി കിടന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിങ്ങൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ആരുടെയും കാല് പിടിക്കാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അതാണോ അഭിമാനം? അവരുടെ മുമ്പിലൊരു ജോലി വാങ്ങിച്ച് കാണിക്കുക എന്നുള്ളതാണോ അഭിമാനം? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണോ അഭിമാനം എന്ന് ആലോചിക്കുക. അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല. അടുക്കളയിൽ ജോലി ചെയ്യാൻ നമുക്ക് അതിനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റുട്ടീനാണ്. സ്ത്രീ എന്ന് പറയുമ്പോൾ ഭർത്താവും വീട്ടിലെ ജോലി ചെയ്യണം എങ്കിൽ കൂടിയും കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് വീട്ടിലെ പേരൻസിനെ അല്ലെങ്കിൽ പിന്നെ മദറിലോയും ഫാദറിലോയും ഹസ്ബൻഡിനെയൊക്കെ നോക്കാം. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാം. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ അതൊക്കെ നിങ്ങൾ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ബാക്കി കുറച്ച് സമയം ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ച് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്കുക. ജോലിക്ക് പോകുമ്പോഴും നമുക്ക് വീട്ടിലെ ജോലി ചെയ്യാമല്ലോ. എത്രയോ സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, ഗവൺമെൻറ് ജോലിക്കും അല്ലാതെ പ്രൈവറ്റ് ജോബിനൊക്കെ പോകുന്നു. രാവിലെയും വൈകുന്നേരമായിട്ട് അവർ വീട്ടിലെ ജോലി തീർക്കുകയും ചെയ്യും. അതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ്. നമുക്കിപ്പം ഇട്ടുമൂടാനുള്ള പൈസ നമ്മുടെ വീട്ടിലുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഹസ്ബൻഡിന് ഒരുപാട് ക്യാഷ് ഉണ്ടെന്നിരിക്കട്ടെ, അതൊന്നും ഒരു വിലയുള്ള കാര്യമല്ല. നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്കൊരു 2000 രൂപയോ ഒരു മാസം വരുമാനം ഉള്ളൂ എന്നിരിക്കട്ടെ, എന്നാൽ പോലും ആ ഒരു 2000 രൂപയ്ക്ക് നമ്മളൊരു സാനിറ്ററി നാപ്കിൻ വാങ്ങിച്ചാൽ പോലും അതിനൊരു അഭിമാനമുണ്ട് നമ്മുടെ സ്വന്തം ക്യാഷിനായിട്ട്. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തന്നേക്കാം, നീ ഇഷ്ടമുള്ളതെല്ലാം ഇതിൽ നിന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയാം. അത് അവർക്ക് നമ്മളോടുള്ള കരുതലിൻ്റെയോ സ്നേഹത്തിൻ്റെയോ പുറമേ തരുന്ന കാര്യമാണ്. അതിലുപരി നമ്മളതിനെ വില മതിക്കണം. അതിനുപരി നമ്മൾ കഷ്ടപ്പെട്ട് ഒരു 1000 രൂപയെങ്കിലും സമ്പാദിച്ചു കഴിഞ്ഞാൽ അത്രയും അഭിമാനമാണ് നമുക്ക്. നിങ്ങൾ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷൻ മറ്റൊരാളുടെ പൈസ കൊണ്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുകയില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് നമ്മളുടെ പേരൻസിന് പൈസ ഉണ്ടെന്ന് കരുതിയിട്ടോ ഹസ്ബൻഡിന് പൈസ ഉണ്ടെന്ന് കരുതിയിട്ടോ ഒന്നും പഠിക്കാതിരിക്കരുത്. ചെറിയ ജോബാണെങ്കിൽ പോലും ജോലിക്ക് പോവുക. നമുക്ക് ആകെ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുക, ജോലി ചെയ്ത് തന്നെ ജീവിക്കുക. അതൊക്കെയാണ് രസം. നമ്മൾ 24 മണിക്കൂറും വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല. കുറച്ച് നാളത്തേക്കുള്ള രസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി എങ്ങനെയാണ് വീട്ടമ്മമാർക്ക് പഠിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം.
ആദ്യം നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ജോലികളാണ് വീട്ടിലുള്ളത്. ഫുഡ് ഉണ്ടാക്കണം, അതേപോലെ ഹസ്ബൻഡ് കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കാണുമല്ലോ. എന്ത് ചെറിയ ജോലിയാണെങ്കിൽ പോലും വലിയ ജോലിയും ചെറിയ ജോലിയും എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിൽ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജോലിയൊക്കെ കൂടെ ഉള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. പഠിക്കാനുണ്ട്, അപ്പോൾ കുറച്ച് ചെയ്യാമോ, ഇപ്പോൾ ഡ്രസ്സ് അയൺ ചെയ്യുന്നത് അത് ഹസ്ബൻഡ് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ അടുത്തുനിന്ന് ചോദിച്ചു നോക്കുക. അവരത് വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയും സമയം കൂടി കിട്ടും. ഇല്ലെങ്കിൽ പോട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കലഹമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓരോ ജോലികളും ചെയ്യാൻ എത്ര സമയം വേണം എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് ആ ജോലികൾ പെട്ടെന്ന് തീർക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. ഇപ്പോൾ പാചകമാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ തലേന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങ തിരുമ്മി വയ്ക്കുക, അരിഞ്ഞ് വയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ. അപ്പോൾ നെക്സ്റ്റ് ഡേ അത് പെട്ടെന്ന് നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനത്തെ ടിപ്സൊക്കെ നോക്കുക. അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് കിട്ടുന്ന, ഇപ്പം നിങ്ങൾ 1 മണിക്കൂറാണ് പാചകത്തിന് യൂസ് ചെയ്യുന്നതെങ്കിൽ അരമണിക്കൂറെങ്കിലും കുറച്ച് കിട്ടുന്ന വിദ്യകളും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ പാത്രം കഴുകുന്ന ജോലിയൊക്കെ പലർക്കും ഭയങ്കര പാടായിരിക്കും അല്ലേ, കുറേ സമയം അതിന് തന്നെ വേണ്ടി വരും. അപ്പോൾ അത് അവരൊരു കഴിക്കുന്ന പ്ലേറ്റുകൾ വീട്ടിൽ കഴുകി വെക്കാൻ അവരെ ശീലിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പാത്രം അപ്പം തന്നെ കഴുകി വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയമൊക്കെ ലാഭിക്കാൻ കഴിയും. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒരാഴ്ചത്തേക്കുള്ള മെനു ടൈം ടേബിൾ പോലെ റെഡിയാക്കി വെക്കുക. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്ത് ഫുഡാണ് വേണ്ടതെന്ന് മെനു തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഓർഗനൈസ് ചെയ്ത് നേരത്തെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തേങ്ങ തിരുമ്മി സ്റ്റോർ ചെയ്ത് പെട്ടെന്ന് തീർക്കാൻ കഴിയും. രാവിലെ എഴുന്നേറ്റ ശേഷം ഇന്ന് രാവിലെ എന്തുണ്ടാക്കണം, ഇന്ന് ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരുപാട് സമയം പോകുന്നത്. പ്രീ പ്ലാൻഡ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സമയം ലാഭിക്കാം. ജോലിക്കൊക്കെ പോകുന്നവരെ കണ്ടിട്ടില്ലേ, അവർ ഓഫീസ് വർക്ക് പോകുന്ന മിക്ക ആളുകൾക്കും ഇങ്ങനെ ഒരു മെനു സിസ്റ്റം കാണും. അതുകൊണ്ട് തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്ത് പോകുക. പഠിക്കുന്ന കാര്യത്തിലും ടൈം ടേബിൾ വേണം, വീട്ടിലെ ജോലി കാര്യത്തിലും ടൈം ടേബിൾ വേണം. രാവിലെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു 3:30 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. 3:30-4 മണിക്ക് എഴുന്നേറ്റ ശേഷം കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒരു 6 മണി വരെ പഠിക്കുക. 6 മണി തൊട്ട് ഒരു 7-8 മണി വരെ അത്യാവശ്യം പാചക കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുക. അതല്ലെങ്കിൽ നിങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ സർവ്വ പാചകവും ചെയ്തു തീർക്കുക എന്നുള്ളതാണ്, സർവ്വ ജോലികളും ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഓടി നടന്ന് ആ ഒരു സമയത്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പകൽ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടും. ഇനി അങ്ങനെ ഒരു സാഹചര്യമുള്ള വീടല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരം പഠിക്കുക, പിന്നെ പകൽ ജോലി ചെയ്യുക. ഒരു 12 മണിയാകുമ്പോൾ ജോലി കംപ്ലീറ്റ് തീർക്കുക. അതിനുശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ പഠിക്കുക. ആഹാരം കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊന്ന് ഉറങ്ങിയിട്ട് വീണ്ടും പഠിക്കാനിരിക്കുക. അങ്ങനെ പല രീതിയിൽ നമുക്ക് സമയം സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് കിട്ടിയാലും നമ്മൾ പഠിക്കത്തില്ല. ഒരു 2 മണിക്കൂറൊക്കെ കഷ്ടിച്ച് പഠിക്കും, പിന്നെ നമുക്ക് ബോറടിക്കും. അപ്പോൾ ജോലി ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നതും ഒരു രസമാണ് കേട്ടോ. ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ബോംബെയിലായിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഫ്ലാറ്റിൽ. അപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലാസ്സുകൾ കേട്ടോണ്ട് പാചകം ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കലും അത് ബോറടിച്ചിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓഡിയോ ആയിട്ട് ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് ഒരു വട്ടമെങ്കിലും നമുക്കൊന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊന്ന് തറവാകുമല്ലോ, പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ഒന്നും കൂടെ തറവാകും. അപ്പം അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു അവിയൽ വെച്ചു, അതിനുശേഷം ഒരു 15 മിനിറ്റ് ഒരു നോട്ട് എടുത്ത് ചെറുതായിട്ട് പഠിക്കുന്നു, പിന്നെ അടുത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്തൊക്കെ പഠിക്കാം കേട്ടോ. വേണമെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ പറ്റും. പല ആളുകളുടെയും പരാതി, കുട്ടികളുണ്ട്, എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല, എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ അടിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതൊക്കെ വെറുതെയാണ്. നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. കാരണം ഇപ്പോൾ സിവിൽ സർവീസിൽ കയറിയ ഒരു കുട്ടി മാളവിക, അത് ഡെലിവറി കഴിഞ്ഞ് 12ാമത്തെ ദിവസമാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോയത്. അതിന് സിവിൽ സർവീസ് കിട്ടി. 12 ദിവസമേ ആയിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു നിങ്ങൾക്കറിയാലോ ഡെലിവറി ടൈം വരെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ കാണുമെന്ന്. അതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് പോലും അത് പഠിച്ച് സിവിൽ സർവീസ് പോലുള്ള വലിയൊരു എക്സാം എഴുതിയത്. ഇനി PSCയുടെ തന്നെ പല ഇൻ്റർവ്യൂസും നമ്മൾ കണ്ടാൽ, അതായത് പലരുടെയും എക്സ്പീരിയൻസ് ഉള്ള ഇൻ്റർവ്യൂ നമുക്ക് ഓരോ ചാനലുകാരിടുന്ന കാണാമല്ലോ യൂട്യൂബിൽ. അതിൽ പലതും വീട്ടമ്മമാർക്കാണ് റാങ്കുകൾ കിട്ടിയിട്ടുള്ളത്. അവർക്ക് തന്നെ 1-2 കുട്ടികളും ഉണ്ടാവും, വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ടായിരിക്കും അവർ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങളത് ഒരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒഴിവായിട്ട് കാണുകയാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആക്ച്വലി അതൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. ജോലി ചെയ്തിട്ട് പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങളുടെ ഉള്ളിലെ മടിയാണ് കാരണം. ഇനി നിങ്ങളിതൊരു കോച്ചിങ്ങിനൊന്നും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പറ്റുമെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. ഓൺലൈനേക്കാളും നല്ലത് എപ്പോഴും ഓഫ്ലൈൻ ആണ്. പിന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ച് ഓഫ്ലൈൻ പോകാൻ പാടാണെങ്കിൽ മാത്രം ഓൺലൈൻ എടുക്കുക.
ഒരു റാങ്ക് ഫെയിൽ വെച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മടുപ്പ് വന്നേക്കാം. പക്ഷേ കോച്ചിങ് ആകുമ്പോൾ എല്ലാവരും പഠിക്കുന്ന കണ്ടിട്ടെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സ് എക്സാം നടത്തുമ്പോൾ അത് പേടിച്ചിട്ടാണെങ്കിലും നമ്മൾ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും പഠിക്കും. അപ്പോൾ അതുകൊണ്ട് കോച്ചിങ് എടുക്കുന്നതാണ് നല്ലത്. ഓഫ്ലൈൻ കോച്ചിങ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഓഫ്ലൈൻ കോച്ചിങ് ഇപ്പോൾ 10 മണി തൊട്ട് ഉച്ച വരെ ആണെങ്കിലും നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ തീർത്തിട്ട് പോകാം. ഉച്ച കഴിഞ്ഞിട്ട് കോച്ചിങ് കഴിഞ്ഞ് വന്ന് പഠിക്കാം. അങ്ങനെയൊക്കെ സമയം ഓർഗനൈസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വേണമെന്ന് വെച്ചാൽ ചക്ക വെയിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ ഉള്ളു ജീവിതം. നമ്മളെയും കൊണ്ട് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. തെരുവ് വിളക്കിൻ്റെ താഴെ വരെ ഇന്ന് കുട്ടികൾ പഠിച്ച് കയറുന്ന കാലമാണ്. അത് സിവിൽ സർവീസ് പോലുള്ള എക്സാം വരെ. അപ്പോൾ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരിക്കലും അടുക്കളയിൽ ഒതുങ്ങിക്കൂടാനോ തുണി അലക്കി ജീവിക്കാനോ ഉള്ള ഒരു ജീവിതമല്ല. നിങ്ങളുടെ പേരൻസ് അതിനല്ല നിങ്ങളെ പഠിപ്പിച്ച് വളർത്തിയത്. കല്യാണവും വീട്ടുജോലിയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മളൊരു വ്യക്തിയായിട്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ലൊരു ജോലിയും സാലറിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവണം. ജോലി വാങ്ങും എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഏത് ജോലിയും നമുക്ക് സിമ്പിളായിരിക്കും. അതായത് വീട്ടിലെ ജോലികളെല്ലാം സിമ്പിളായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കി വാശിയോടെ പഠിക്കും. ഇഷ്ടംപോലെ സമയമുള്ള ഒരാളിരുന്ന് പഠിച്ച് PSC എഴുതുന്നതിനേക്കാളും 100 ഇരട്ടി വാല്യൂ ആണ് ഒരു ഹൗസ് വൈഫ് ഒരു PSC റാങ്ക് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഉദ്യമത്തിനാണ് നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് പഠിച്ച് റാങ്ക് നേടാൻ പോകുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങൾക്ക് തന്നെ അഭിമാനമാണ്. ഏറ്റവും വലിയ അഭിമാനം അതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, ടോപ്പ് റാങ്കിൽ എത്തുക, ജോലി വാങ്ങുക.